വയനാട് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനക്കുറവ് പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷം ഭൂരിപക്ഷം നൽകുമെന്ന UDFന്റെ പ്രഖ്യാപനത്തിന് തിരിച്ചടിയാകും. മണ്ഡലം നേരിടുന്ന വികസന പ്രശ്നങ്ങൾ ചർച്ചയാക്കിയ LDFനും NDAയ്ക്കും ഇത്തവണ വോട്ടുയർത്താൻ സാധിക്കുമോ എന്നും ഏവരും ഉറ്റുനോക്കുന്നു. അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പിനോട് മണ്ഡലത്തിലെ വോട്ടർമാർ മുഖം തിരിച്ചോ എന്നതടക്കമുള്ള മുന്നണികളുടെ പ്രതീക്ഷകൾ പങ്കുവച്ചുള്ള സമഗ്ര റിപ്പോർട്ടുമായി വയനാട്ടിൽ നിന്ന് രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ്. രതീഷ്, നമുക്കറിയാം വയനാട്ടിൽ പോളിംഗ് ശതമാനം 10 കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മുന്നണികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക ചെറുതല്ല. പ്രത്യേകിച്ച് UDFനുള്ളിലെ അവർക്കുണ്ടാക്കിയിരിക്കുന്ന ഒരു ആശങ്ക ചെറുതല്ല. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വയനാട് തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ഈ പോളിംഗ് ശതമാനത്തെയൊക്കെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? ശ്രീജ, തീർച്ചയായും ഇനി മുന്നണികൾക്ക് കണക്കുകൂട്ടലുകളുടെ ദിനരാത്രമാണ്. അതായത് പോളിംഗ് ശതമാനത്തിൽ വൻ കുറവ്, അതായത് 2024നെയും 2019നെയും അപേക്ഷിച്ച് വലിയ തോതിലുള്ള ഒരു കുറവ് മണ്ഡലത്തിൽ നേരിട്ടിരിക്കുന്നു. നിലവിലെ കണക്ക് പ്രകാരം 64.71% നിലവിലെ പോളിംഗ് നിരക്ക്. ഇനി ഔദ്യോഗികമായ ഒരു കണക്ക് പുറത്തു വന്നാൽ തന്നെ 70-ൽ കൂടുതലേക്ക് ഒരു പോളിംഗ് ശതമാനം ഉയരില്ല. ഇത് UDFന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. LDFും പ്രതീക്ഷിക്കുന്നത്, NDAയും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട UDFന് ഈ പോളിംഗ് ശതമാനക്കുറവ് തിരിച്ചടിയാകുമോ എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം മണ്ഡലം നേരിടുന്ന വികസന പ്രശ്നങ്ങൾ, അതോടൊപ്പം സമഗ്രമായ രീതിയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ട് വയനാട്ടിൽ അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താണ് LDF ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്, NDA ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ സമഗ്ര ആധിപത്യമുള്ള UDF മണ്ഡലത്തിൽ UDFനും പ്രിയങ്ക ഗാന്ധിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ വോട്ടർമാർ തിരിച്ചടി നൽകി എന്ന് തന്നെയാണ് LDF സ്ഥാനാർത്ഥി സത്യം മുഖേരി വാർത്താ സമ്മേളനത്തിലൂടെ പ്രതികരിച്ചത്. ഏതായാലും ഇനി കണക്കുകൂട്ടലുകളാണ്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള, അതായത് 5 ലക്ഷം ഭൂരിപക്ഷം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി തന്റെ ആദ്യ പോരാട്ടത്തിന് വയനാട്ടിലെത്തിയത്. പക്ഷേ അത്തരത്തിലുള്ള പരസ്യ പ്രചരണത്തിലടക്കം വളരെ മുൻപന്തിയിലെത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു. പക്ഷേ ആ തിരഞ്ഞെടുപ്പിന്റെ അതായത് തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ ഉയർത്തിയ ആവേശം വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയാണ്. അത്തരത്തിലാണ് വോട്ടർമാരുടെ പ്രതികരണം ഉണ്ടായത്. അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ. രാഹുൽ ഗാന്ധിയേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ഇത്തവണ മണ്ഡലത്തിൽ നേടുമെന്നാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവകാശപ്പെട്ടത്, UDF അവകാശപ്പെട്ടത്. രാവിലെ പ്രിയങ്ക ഗാന്ധി അത്തരത്തിൽ പ്രതികരിച്ചു. പക്ഷേ വോട്ടിംഗ് ശതമാനത്തിന്റെ 10% കുറവുണ്ടായിരിക്കുന്നു. ഈ കുറവ് UDFനാണോ ഇടിവുണ്ടാകുക, അതോ LDFനും NDAയ്ക്കും ഇത്തവണ വോട്ടിംഗ് ശതമാനത്തിൽ വർധനയുണ്ടാകുമോ എന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ കേരളം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലം. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടായാൽ രാഹുൽ ഗാന്ധിക്കും UDFനും അത് കനത്ത തിരിച്ചടി തന്നെയാകും ഉണ്ടാകുക. ഏതായാലും അത്തരത്തിലുള്ള വാർത്തകൾക്കും കാരണങ്ങൾക്ക് ഇനി പോളിംഗ് അതായത് വ്യക്തമാണ്. എന്താകും ജനങ്ങളുടെ മനസ്സിൽ എന്നത് നമുക്ക് 23-ാം തീയതി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രതീഷ് കുഞ്ചത്തൂർ. എന്തായാലും നമുക്ക് കൂടുതൽ വിശകലനങ്ങളുമായി ശ്യാം കെ വാര്യറും ഒപ്പം ചേരുന്നുണ്ട്. ശ്യാം, പ്രിയങ്കയുടെ കന്നി അരങ്ങേറ്റം എന്ന നിലയിൽ ജനങ്ങൾ ആവേശം പൂണ്ടു എന്നതല്ലാതെ അത് പോളിംഗിൽ പ്രതിഫലിക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? ശ്യാം. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രാഷ്ട്രീയമൊന്നും ഈ പറയുന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ചർച്ചയായില്ല എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 തവണ മത്സരിച്ചപ്പോഴും ദേശീയ രാഷ്ട്രീയമടക്കം വലിയ തോതിൽ ചർച്ചയായ ഒരു മണ്ഡലത്തിൽ പക്ഷേ ഇത്തവണ ഒരു അരങ്ങേറ്റം എന്ന രീതിയിൽ ഉള്ള ഒരു പ്രചരണമായിരുന്നു, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ 2ാം പ്രിയദർശിനിയുടെ ഒരു അരങ്ങേറ്റം. അത്തരത്തിൽ ഒരു ചിത്രീകരണമായിരുന്നു വയനാട്ടിലുടനീളം കണ്ടത്, പ്രചരണത്തിലുടനീളം കാണാനായത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റ് സംസ്ഥാന രാഷ്ട്രീയമോ ദേശീയ രാഷ്ട്രീയമോ കാര്യമായി ഒന്നും തന്നെ അവിടെ ചർച്ചയ്ക്ക് വന്നില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കരിഷ്മയിൽ മറ്റ് 2 സ്ഥാനാർത്ഥികളും മുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തരത്തിലുമുള്ള ഈ പരസ്യ പ്രചരണം അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെയുള്ള ഒരു പ്രചരണം പോലും ഈ മറ്റ് 2 സ്ഥാനാർത്ഥികൾക്കും ലഭിച്ചില്ല. എവിടെയും പ്രിയങ്ക ഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധി വരുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പ്രചരണം നടക്കുന്നു, ചായക്കടകൾ കയറി ഇറങ്ങുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചരണമായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് ഉടനീളം ലഭിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, വയനാട് ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ട്. കാലാകാലങ്ങളായി അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. വയനാടിൻ്റെ ആവശ്യങ്ങളുണ്ട്. അത് ഈ പറയുന്നത് പോലെ തന്നെ താമരശ്ശേരി ചുരം കയറി
കയറുന്നത് മുതൽ ചുരത്തിൽ കാണുന്ന ഗതാഗത കുരുക്ക് മുതൽ ഈ പറയുന്ന കർഷകരുടെ വിഷയങ്ങൾ, നാണ്യവിളകളുടെ വിലക്കുറവ്, ഒപ്പം തന്നെ രാത്രികാല കർണാടകയിലേക്കുള്ള രാത്രികാല നിരോധനം, അതുപോലെ തന്നെ വന്യജീവി സംഘർഷം, ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും ശ്യാം കെ വാര്യർ, എന്തായാലും നമുക്ക് വ്യക്തമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. അതൊന്നും ചർച്ച ചെയ്യപ്പെടാത്തത് കൊണ്ടാണോ പോളിംഗ് ശതമാനത്തിൽ ഇത്രയധികം കുറവുണ്ടായത്? എന്തായാലും അതറിയാൻ 23-ാം തീയതി വരെ കാത്തിരിക്കണം. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ശ്യാം കെ വാര്യർ.